സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ അരമണിക്കൂർ അധ്യയന സമയം വർദ്ധിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗുണനിലവാര മേൽനോട്ട സമിതി യോഗത്തിൽ തീരുമാനം. വിദ്യാഭ്യാസ കലണ്ടറിന് രൂപം നൽകാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നിർദ്ദേശിച്ച വർഷത്തിൽ 1200 മണിക്കൂർ തികയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പ്രതിദിനം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. പുതിയ അധ്യയന വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് 6-ാം പ്രവൃത്തി ദിനമല്ലാതെ വരുന്ന 6 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 204 അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കും. 204 അധ്യയന ദിനങ്ങളും ഇവയിൽ വെള്ളിയാഴ്ചകൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നതും ചേർത്ത് 1200 മണിക്കൂർ തികയ്ക്കാനാണ് തീരുമാനം. അരമണിക്കൂർ രാവിലെയോ ഉച്ചയ്ക്ക് ശേഷമോ വർദ്ധിപ്പിക്കേണ്ടതെന്നതിൽ വകുപ്പ് തലത്തിൽ തീരുമാനമെടുക്കും. 1 മുതൽ 4 വരെയുള്ള LP ക്ലാസുകൾക്ക് 800 മണിക്കൂർ അധ്യയനം മതിയെന്നതിനാൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കില്ല. എന്നാൽ 1000 മണിക്കൂർ വേണ്ട UP ക്ലാസുകൾക്ക് 6-ാം പ്രവൃത്തി ദിനമായി വരാത്ത 2 ശനിയാഴ്ചകൾ കൂടി അധ്യയന ദിനമാക്കും. കഴിഞ്ഞ വർഷം 25 ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കി 220 പ്രവൃത്തി ദിവസങ്ങളോടെ പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ കലണ്ടർ പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ഹർജിയിൽ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. തുടർന്ന് വിഷയം പഠിച്ച് തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിദഗ്ധരടങ്ങിയ സമിതി പഠനം നടത്തി 2 ആഴ്ച മുൻപ് സർക്കാരിന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകളിൽ ഒന്നായിരുന്നു ഹൈസ്കൂൾ ക്ലാസുകൾക്ക് അരമണിക്കൂർ വർദ്ധിപ്പിച്ച് ആവശ്യമായ സമയം തികയ്ക്കണമെന്നത്. ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കേണ്ടതില്ലെന്നും അനിവാര്യമെങ്കിൽ മാത്രം 6-ാം പ്രവൃത്തി ദിനമായി വരാത്ത ശനിയാഴ്ചകൾ ഉപയോഗിക്കാമെന്നുമായിരുന്നു സമിതിയുടെ ശുപാർശ.